ध्यायामो धवलावकुण्डनवतीं तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दाग्निकाम् ईश्वरी गजाननं भूतगणातिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ॐ हरिश्रीगणपतये नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ശരണമിഹ ചരണകമലേ പദച്ചിരതോ ശത്രുഭാവത്തെ ത്വജിച്ചു സന്തുഷ്ടനായി കലുഷ്യമനവധി ചടുതി ചെയ്ത് നാകിലും കാരുണ്യമീ വണ്ണമിന്ന മറ്റാക്കുമേ രഘുപതിയെ മനസ്സിൽ കരുതിയിലവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജൻസഖി സരകമുഖമുനി വചനങ്ങൾ തോർക്കടോ സത്യം മയോക്തം വിരഞ്ചാതി സമ്മതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീ
വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഹനുമാൻ രാവണ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തത്. സീതയെ കണ്ടെത്തി അവർക്ക് ശ്രീരാമന്റെ സന്ദേശം നൽകി ആശ്വസിപ്പിച്ച ശേഷം ഹനുമാൻ അശോകവനം നശിപ്പിക്കുകയും നിരവധി രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ദ്രജിത്ത് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ട ഹനുമാനെ രാവണന്റെ രാജസഭയിലേക്ക് കൊണ്ടുവന്നു. രാവണൻ ഹനുമാനോട് നീ ആരാണെന്നും എന്തിനാണ് ലങ്കയിലേക്ക് വന്നതെന്നും ചോദിച്ചു. താൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് പരിചയപ്പെടുത്തിയ ഹനുമാൻ സീതയെ ശ്രീരാമന് തിരികെ നൽകണമെന്നും ധർമ്മത്തിന്റെ പാതയിലേക്ക് മടങ്ങണമെന്നും രാവണനെ ഉപദേശിച്ചു. യുദ്ധം ഒഴിവാക്കാൻ അവസരം ഇപ്പോഴും ഉണ്ടെന്ന് ഹനുമാൻ ഓർമ്മിപ്പിച്ചെങ്കിലും അഹങ്കാരിയായ രാവണൻ ഈ ഉപദേശം അംഗീകരിച്ചില്ല. ദൂതനെ കൊല്ലാൻ രാവണൻ കൽപ്പിച്ചപ്പോൾ സഹോദരനായ വിഭീഷണൻ ദൂതവധം ധർമ്മവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ രാവണൻ ഉത്തരവിട്ടു. ഹനുമാൻ തന്റെ ദിവ്യശക്തിയാൽ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി കത്തുന്ന വാലുപയോഗിച്ച് ലങ്കയുടെ പല ഭാഗങ്ങളും അഗ്നിക്കിരയാക്കി. പിന്നീട് സമുദ്രത്തിൽ വാൽ ശമിപ്പിച്ച് വീണ്ടും സീതയെ കണ്ട് യാത്ര പറഞ്ഞ് ശ്രീരാമന്റെ അടുക്കലേക്ക് മടങ്ങി ലങ്കയിലെ സംഭവങ്ങളും സീതയുടെ സന്ദേശവും അറിയിച്ചു. ഹനുമാൻ രാവണസന്നിധിയിൽ പ്രകടിപ്പിച്ച ധൈര്യം, നയതന്ത്രം, ഭക്തി, ധർമ്മനിഷ്ഠ എന്നിവയാണ് ഈ സംഭവത്തിന്റെ പ്രധാന സന്ദേശം. വിഭീഷണന്റെ ധർമ്മബോധവും രാവണന്റെ അഹങ്കാരവും ഈ സന്ദർഭത്തിൽ വ്യക്തമായി പ്രകടമാകുന്നു.